മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ച് വിഭാഗമാണ് ഈ പറയുന്ന പൾസർ സുനിയടക്കം വക്കീലിനെ അടക്കം റെഡിയാക്കി കൊടുത്ത് പണം കൊടുത്ത് ആ ചരട് വലിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗമാണ്. അതാണോ പറയുന്നത്? സംശയമുണ്ടോ അപർണയ്ക്ക്? ഒരു കാര്യം ചെയ്യാം, പരസ്യമായിട്ട് ഇത് ലൈവാണോ അപർണ? ലൈവാണ്, പറഞ്ഞോളൂ ശ്രീത്. ലൈവാണ്. ലൈവ് ആണെങ്കിൽ പരസ്യമായിട്ട് പറയാം. ഈ ഫോൺ കോൾ ഈ ഒരു ചർച്ച കഴിഞ്ഞിട്ട് ജോർജ് ജോസഫാറുണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട്. അദ്ദേഹം പല ചർച്ചകളിലും എന്നോട് വന്ന് പറയുന്ന സമയത്ത് ഞാൻ ദിലീപിന്റെ ബന്ധുവാണ്, അതുകൊണ്ട് എന്താണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ ദിലീപ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ജയശങ്കർ സാർ പറയാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ ചർച്ച ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം അപർണയ്ക്ക് അതിന്റെ ആ ഗൂഢാലോചനയുടെ ആരൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പേര്, സിനിമയിലുള്ള ആളുകളുടെ പേര്, പ്രമുഖരാണ്, വലിയ പ്രമുഖരാണ്, അതിന്റെ വലിയൊരു തെളിവ് ഞാൻ അപർണയ്ക്ക് കൈമാറാം. അപർണയുടെ ചാനൽ അത് സംപ്രേഷണം ചെയ്യോ? നിങ്ങൾ ആ തെളിവ് കൈമാറും, സംപ്രേഷണം ചെയ്യാം ശ്രീത്ത്. സംപ്രേഷണം നിങ്ങൾ ആ തെളിവ് കൈമാറും, സംപ്രേഷണം ചെയ്യണം. ശ്രീത് പണിക്കരുണ്ട്, ജയശങ്കർ സാറുണ്ട്, ഇപ്പൊ നേരത്തെ എന്താണ് ഇതില് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും വിചാരണ ചെയ്ത് അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ഈ 7.5 വർഷം അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ തെളിവ് എപ്പോഴേ പുറത്തു വരുമായിരുന്നു. ഇത് പുറത്തു വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ എപ്പോഴേ വരുമായിരുന്നു, വരേണ്ടതായിരുന്നില്ലേ? അത്രയും സ്വാധീനം ഒന്നും ദിലീപിനെ പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാൾക്ക് ഇല്ല എന്ന് കരുതണോ മാധ്യമങ്ങൾ? അപർണ തെളിവൊക്കെ നശിപ്പിക്കാനായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദിലീപിന്റെ ജാമ്യം ദിലീപിന് എത്ര വർഷം മുമ്പാ ജാമ്യം കിട്ടിയത്? 80-90 ദിവസം കഴിഞ്ഞതിന് ശേഷം ദിലീപിന് ജാമ്യം കിട്ടിയില്ലേ? പിന്നീട് 7.5 വർഷക്കാലം ഇവരല്ലേ ജയിലിൽ കിടക്കുന്നേ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം നിങ്ങൾ ട്രയൽ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി? എന്താ ഇവർക്ക് മനസ്സിലാവാത്തത്? അതിനുശേഷം ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചില്ലേ ആരാണ് ഇതിന് പിന്നിൽ നിന്ന്? ഞാൻ ആരാണെന്ന് ഇതിലെ പ്രതികൾ തന്നെ പറയുന്ന ഒരു വളരെ 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 കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അത് അതേപോലെ സംപ്രേക്ഷണം ചെയ്യണം.